അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത്, നമുക്ക് വീഡിയോസ് കണ്ടുകൊണ്ട്, ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുവാണെങ്കിൽ അത് കണ്ടുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ വരെ ഏണിങ്സ് കിട്ടുന്ന ഒരു കിടുക്കാച്ചി ആപ്ലിക്കേഷനാണിത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് വീഡിയോ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം, ഏത് വീഡിയോ വേണമെങ്കിലും ഇവിടെ വന്നിരുന്ന് കാണാം. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഏണിങ്സ് കിട്ടും. അങ്ങനെ ഒരു നല്ലൊരു കിടുക്കാച്ചി ആപ്ലിക്കേഷനാണിത്. അപ്പോൾ നിങ്ങളിത് മിസ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും അതിൻ്റെ നഷ്ടം. നിങ്ങൾക്ക് പൈസ കിട്ടുകയില്ല, നമുക്ക് വെറുതെ കിട്ടുന്ന പൈസയാണ്. നിങ്ങൾ വെറുതെ കളയരുത്. ഡെയിലി ചെക്കിനും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടും അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിൻ്റെ അന്ന് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായി ഞാൻ നിങ്ങളെ 2 ആപ്ലിക്കേഷനും കൂടി ഞാൻ പരിചയപ്പെടുത്താം. ആ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ വീഡിയോ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അവിടെ നിന്ന് കയറി കാണാവുന്നതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണത്. പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം റീൽസ് എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയൊരു വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെയും ഡീറ്റെയിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ 2 ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അവിടെ നിന്ന് കയറി കാണാവുന്നതാണ്. ഈ വീഡിയോ കണ്ടിട്ട് വേണം പോകാൻ. ഇതും നമുക്ക് അത്യാവശ്യമുള്ളൊരു നല്ലൊരു ആപ്ലിക്കേഷൻ കൂടിയാണിത് കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോ കണ്ടുകൊണ്ടും ഡൗൺലോഡ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഏണിങ്സ് കിട്ടുന്നൊരു കിടുക്കാച്ച ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് മിസ് ചെയ്യരുത്. ആ 2 ആപ്ലിക്കേഷനോട് നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ ഇത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ വീഡിയോ കൂടെ പോയി കാണണം. ഓക്കെ, അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അതുപോലെ ബെല്ലൈക്കൻ ഓളെന്ന സെക്ഷനിലേക്ക് ഇട്ടില്ലെങ്കിൽ ഓളെന്ന സെക്ഷനിലേക്ക് ഇടുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോയിലേക്ക് കിടക്കാം. ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഇതുപോലെ ആയിരിക്കും. ഇവിടെ നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാനുള്ളത് കാണാം. പിന്നെ ഉള്ളത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ചെന്നാൽ മതി. നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വെക്കുന്നതും ഡൗൺലോഡ് ചെയ്തതെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം. പിന്നെ ഉള്ളൊരു ഗിഫ്റ്റ് ബോക്സാണ്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഉള്ളത് നമ്മുടെ കോയിൻ്റെ ബാലൻസ് ആണ്. പിന്നെ ഇവിടെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് വീഡിയോസൊക്കെ കാണാം. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് യൂട്യൂബ് വീഡിയോസ്, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ വീഡിയോസ്, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ്, അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് അതിൻ്റെ ലിങ്ക് ഒന്നെങ്കിൽ നിങ്ങൾ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുപോയി സെർച്ച് ബാർ ഇവിടെ സെർച്ച് ചെയ്തതിൻ്റെ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ വരികയും ചെയ്യും. അതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ അവർ കാണിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു വീഡിയോ സെർച്ച് ചെയ്ത് എടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ ഇവിടുന്ന് ഒരു മൂവീസ് ഞാൻ പഠിക്കുകയാണ്. സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ മൂവീസിൻ്റെ ഒരുപാട് ലിസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ കുറേ മൂവീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൂവീസ് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. നമുക്കിനി അത് ഓപ്പണായി വരട്ടെ. ഇവിടെ നമ്മുടെ ആ മൂവി ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ നമുക്കിപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാം, സ്പീഡ് കുറയ്ക്കാം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏണിങ്സ് എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെ കണ്ടോ, ഈ വീഡിയോ ഞാൻ പോസ് ചെയ്ത് വെച്ചൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ സൈഡിൽ കൂടെ ഓടുന്നുണ്ടല്ലോ, കോയിൻ്റെ ചുറ്റും ഓടുന്നുണ്ടല്ലോ, അതെങ്ങനെ ഓടി നമുക്ക് കോയിൻ ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ അവിടെ ഒരു ബോക്സ് വരും. ആ ബോക്സ് വരുമ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതുണ്ടോ, കോയിൻ ആടാവുന്നതുണ്ടോ. ഇപ്പോൾ ഇനി ഒരു 3 റൗണ്ട് കൂടെ ഇങ്ങനെ റൗണ്ട് ആയിക്കഴിഞ്ഞ് ആ കോയിൻ ഇങ്ങോട്ട് ആടാവും. അപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് ബോക്സ് വരും. ആ ഗിഫ്റ്റ് ബോക്സ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ക്ലെയിം ചെയ്യും. പിന്നെ അതും കൂടാതെ ആ കോയിൻ കൂടാതെ തന്നെ ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കുന്നതായിരിക്കുമല്ലോ 2 കോയിൻ, 2 മിനിറ്റ്, 10 മിനിറ്റ്, 20 മിനിറ്റ്. അപ്പോൾ അതിൻ്റെ മേളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും. ഞാൻ 2 മിനിറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്കിവിടെ എക്സ്ട്രാ 800 കോയിൻ ലഭിക്കും. 10 മിനിറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 2000 കോയിൻ ലഭിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും കൂടിയത് 180 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് 16,000 കോയിൻ ലഭിക്കും. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഈ ഡൗൺലോഡ് എന്നുള്ള സെക്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, നമുക്ക് ആ 2 മിനിറ്റിൻ്റെ 800 കോയിൻ കിട്ടിയത് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം നമുക്കിനി ഡൗൺലോഡ് എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ മ്യൂസിക് തന്നെയായിട്ട് നമുക്ക് വേണം ഡൗൺലോഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ഓഡിയോ തന്നെയായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ നിലവിൽ ഇപ്പോൾ ഒരെണ്ണേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ എന്തായാലും ചെറിയ വീഡിയോ ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടം പോലെ കാണിക്കും, എം ബി ഇത്ര MB എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ താഴെയാണെങ്കിൽ വീഡിയോ ഓഡിയോ മുഴുവൻ സഹിതമാണ്. ഏറ്റവും കുറഞ്ഞിപ്പം ഇതാണ്. അപ്പോൾ നമ്മളിപ്പം ഞാനിപ്പോൾ പറഞ്ഞ സാമ്പിൾ ഞാൻ ചുമ്മാ ഇപ്പോൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ മുഴുവൻ ഡൗൺലോഡ് ചെയ്യില്ല, നമുക്ക് മുഴുവൻ ഡൗൺലോഡ് ചെയ്യേണ്ട. അതിന് മുമ്പ് തന്നെ നമുക്കിവിടെ കോയിൻ ആഡാവും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് വേണുണ്ടോ, കോയിൻ ആഡ് ആയതുണ്ടോ, എനിക്ക് പ്ലസ് 238 കോയിൻ ആഡായിട്ടുണ്ട്. ഞാൻ ബാക്ക് അടിക്കുകയാണ്. ഞാനിപ്പോൾ അത് ചെന്നിട്ട് അതൊന്ന് പോസ് ചെയ്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അപ്പോൾ ഡൗൺലോഡ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നമുക്ക് ആ കോയിൻ ആഡ് ആവുകയും ചെയ്യുന്നുണ്ട്.
കേട്ടോ. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ അത് പോസാക്കി വയ്ക്കുമോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയോ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ക്ലിക്ക് ചെയ്ത് നേരെ അടി ക്ലിക്ക് ചെയ്യുന്നു, ഡൗൺലോഡിൻ്റെ സെക്ഷൻ ചെല്ലുന്നു, പോസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്കങ്ങനെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വീഡിയോ ഇവിടെ സെർച്ച് ചെയ്ത് വന്ന് യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇവിടെ നിന്ന് കാണാം, ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. മ്യൂസിക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, വീഡിയോ ഡൗൺലോഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫേസ്ബുക്കിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി നമ്മൾക്ക് ക്യാഷ് എന്നുള്ള സെക്ഷനിലേക്ക് വരിക. അവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിരവധി ഓഫറുകളും എല്ലാം കാണാൻ സാധിക്കുന്നതായിരിക്കും. എനിക്കിപ്പം മൊത്തം 46 രൂപയാണ് ഇപ്പോൾ കയ്യിലുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ആദ്യം ഇവിടെ ഒരു ബോക്സ് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഡെയിലി ചെക്കിനാണ്, ചെക്കിൻ നമ്മൾ ചെയ്യുക. നമ്മളിപ്പോൾ ഡെയിലി ചെക്കിൻ ഇപ്പോൾ കംപ്ലീറ്റ് മോർ ഓഫേഴ്സ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓഫർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അത് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് പിന്നെ ഇനി അടുത്ത ദിവസം വീണ്ടും വന്ന് നിങ്ങൾക്ക് ഡെയിലി ചെക്കിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ഇവിടെ ഇതുണ്ടോ, ഇതിപ്പോൾ നിലവിൽ ഇപ്പോൾ ഇല്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പം അത് നമുക്ക് ഫ്രീ ആയിട്ട് കോയിൻ കിട്ടുന്നതാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ലെവൽ കൂട്ടി കോയിൻ്റെ എണ്ണവും കൂട്ടി നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിരവധി നമുക്ക് ഒരുപാട് ഏണിങ്സ് വെറുതെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ നിങ്ങൾ താഴെ കണ്ടാൽ നമ്മൾ വീഡിയോ വാച്ച് ചെയ്യുമ്പം അതിനനുസരിച്ച് കയറുന്നത്. പിന്നെ ഇൻവൈറ്റിൻ്റെ ഞാൻ അടുത്ത സെക്ഷൻ ഞാൻ പിന്നെ പറയാം. എന്തായാലും ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ആർട്സ് കണ്ടുകൊണ്ട് പരസ്യം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കോയിൻ ഏൺ ചെയ്യാം. അങ്ങനെ നിരവധി ഒരുപാട് ഓഫറുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് ചെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത സെക്ഷനാണ് ഇൻവൈറ്റ് എന്നുള്ള സെക്ഷൻ. അപ്പോൾ ഇൻവൈറ്റ് എന്നുള്ള സെക്ഷനിൽ ഈച്ച് ഫ്രണ്ട്സ് ₹5 നമുക്ക് 5 രൂപയും പിന്നെ 10% ഡയറക്റ്റ് ഫ്രണ്ട് 10%, ഇൻഡയറക്റ്റ് ഫ്രണ്ടും ഡയറക്റ്റ് ഫ്രണ്ടും ഉണ്ട്. 10% വെച്ച് നമുക്ക് അങ്ങനെ ലഭിക്കും. ഇതുണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണിച്ചാൽ ഞാൻ 3 പേരെ റെഫർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എനിക്ക് 0.08 ആണ്. അത് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നതിനനുസരിച്ചൊക്കെ ആയിരിക്കും നമുക്കും പൈസ കിട്ടുന്നത് കേട്ടോ. 10% വെച്ച് അങ്ങനെ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഇവിടെ അവർ റൂൾസ് പറഞ്ഞിട്ടുണ്ട്. ഈ റൂൾസൊക്കെ സഹിതം നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ റെഫർ ചെയ്യാൻ. ഓക്കെ, അവർ റെഫറലിൻ്റെ എല്ലാ കാര്യവും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് 5 രൂപ കിട്ടുന്നതെന്നും എല്ലാ കാര്യവും ഇതിൻ്റെ അകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് എന്തോരം നമുക്ക് ഇതിൻ്റെ അകത്ത് ഏൺ ചെയ്യാം, അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് ഏൺ ചെയ്യാവൂ, എല്ലാം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ നോക്കുക. ഇഷ്ടം പോലെ നമുക്ക് വേറെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഷെയർ എന്നുള്ള ബട്ടണിൽ ഞെക്കിയോ അല്ലെങ്കിൽ മോർ എന്നുള്ള ബട്ടണിൽ ഞെക്കിയോ നമ്മൾ എടുക്കുന്നു. നമുക്ക് ഷെയർ ലിങ്ക് വേണമെങ്കിൽ അവിടുന്ന് കോപ്പി ചെയ്തു നമുക്ക് വേണമെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് റെഫർ ചെയ്തുകൊണ്ടും അങ്ങനെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. ബിഗ് പ്രൈസ്. ഇവിടെ എനിക്കൊരു സ്പിൻ ഉണ്ടായിരുന്നു, ഞാനത് സ്പിൻ ചെയ്തു. ഇപ്പം നമുക്ക് 800 രൂപ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്കിനി ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്താലേ നമുക്ക് ഇതിനകത്ത് 100% ആവണം. 100% ആയി കഴിയുമ്പോൾ നമുക്ക് 800 രൂപ വിഡ്രോ ചെയ്യാമെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്കിത് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. എന്തായാലും ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ വേറെ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും കേട്ടോ. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് മീ എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ഫയൽസ്, നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽസ്, ഹിസ്റ്ററി വേണമെങ്കിൽ അത് നോക്കാം, സബ്സ്ക്രിപ്ഷൻ അത് നോക്കാം, വാലറ്റ് അത് നോക്കാം, പിന്നെ നമ്മുടെ റെഫറൽ കോഡ് കോപ്പി ചെയ്യണമെങ്കിൽ അത് കോപ്പി ചെയ്യാം, പിന്നെ ഇൻവൈറ്റ് സെക്ഷൻ, അങ്ങനെ നമ്മുടെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ ക്യാഷ് എന്നുള്ള സെക്ഷനിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ നമുക്ക് വിഡ്രോ, നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് വിഡ്രോ എന്നുള്ള സെക്ഷനാണ് കേട്ടോ. വിഡ്രോ എന്നുള്ള സെക്ഷൻ. അപ്പം നിങ്ങളിവിടെ അതിന് മുമ്പായിട്ട് നമുക്കിവിടെ ലിമിറ്റഡ് ടൈം ഗിഫ്റ്റ് എന്നും പറഞ്ഞിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇതിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇത്ര സമയത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 30,000 കോയിൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതാണത്. ഓക്കെ, ഇനി നമുക്ക് വിഡ്രോവൽ എന്നുള്ള സെക്ഷനിലേക്ക് തന്നെ പോകാം. വിഡ്രോ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ അത് നേരത്തെ 2 തവണ ഞാൻ ഇതിൻ്റെ അത് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്രോവൽ പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് മൊബൈൽ റീചാർജ് ചെയ്യുന്നതിൻ്റെ ഇതാണ്. പിന്നെ നമുക്കിവിടെ ട്രാൻസ്ഫർ എന്നുള്ള സെക്ഷനിലേക്ക് വരിക. മൊബൈൽ റീചാർജിൻ്റെ അവിടെ നമുക്ക് എയർടെൽ, BSNL, MTN, ML, പിന്നെ ജിയോ, VI ഇതുണ്ട്, 3 ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ട്രാൻസ്ഫർ എന്നുള്ള സെക്ഷൻ. ഇപ്പോൾ എല്ലാവരും വിഡ്രോ അടിക്കാനായിരിക്കും. നമുക്കിത് ബാങ്ക് അക്കൗണ്ടിലേക്കാട്ടോ. ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. അപ്പം നിങ്ങളിത് ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ കൊടുക്കുന്നത് തെറ്റിപ്പോകാൻ നോക്കണം. എനിക്ക് തെറ്റിപ്പോയിട്ട് എൻ്റെ വിഡ്രോവൽ ഫെയിലാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. നമ്മുടെ ഇത് തിരിച്ച് ആഡാവും കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട. അത് നമ്മുടെ തിരിച്ച് ആഡായിക്കോളും.
പിന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പർ എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ട് നമുക്ക് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ലഭിക്കും. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇപ്പോൾ നമ്മളിവിടെ മിനിമം വിഡ്രോൾ എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. നമുക്കിപ്പം 1 ലക്ഷം കോയിൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 10 രൂപയായിട്ട് വിഡ്രോ അടിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും കൂടിയതെന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. കോഡ് എന്നുള്ള സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ ആദ്യം 5 രൂപ വിഡ്രോ അടിച്ചു, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിഡ്രോ അടിച്ചപ്പം ഞാൻ പിന്നെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തത് ഞാൻ മാറിപ്പോയിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്കത് ഫെയിലായി. അങ്ങനെ ഞാൻ വീണ്ടും നോക്കിയപ്പോൾ വീണ്ടും ഫെയിലായി. അപ്പോൾ ഫെയിലായി കഴിഞ്ഞ് പിന്നെ ഞാൻ കൃത്യമായിട്ട് കൊടുത്ത് വീണ്ടും അടിച്ചപ്പം അത് വീണ്ടും കയറി. അപ്പം ഇത് നമുക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയല്ല. ആ പൈസ നമുക്ക് തിരിച്ച് നമ്മുടെ വാലറ്റിലേക്ക് തന്നെ ആഡാവും കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ വിഡ്രോ അടിക്കുക. നിലവിൽ ഇപ്പം അവർക്ക് എന്തോ സ്ലോ ആയിട്ട് അവരിപ്പം എന്തോ അതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം നമുക്കിത് വർക്കിംഗ്, ഈ ഫോണിൻ്റെ റീചാർജിങ് ആണ്. എന്തായാലും അവർ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവരെന്തായാലും ഇത് ബാങ്ക് ട്രാൻസാക്ഷൻ ശരിയാക്കും. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വിഡ്രോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബാക്കിലേക്ക് വരാം. അപ്പം നമ്മുടെ ഇന്നത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമുക്കിവിടുന്ന് യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ യൂട്യൂബ് പോയിരിക്കുന്നത് കാണുന്നതിനെക്കാട്ടും നല്ലത് ഇവിടെ വന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കോയിൻ പൈസ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പോലും നമുക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റിയൊരു നല്ല കിടുക്കാച്ച ആപ്ലിക്കേഷനാണിത്. അപ്പോൾ നിങ്ങളിത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനും പിന്നെ റീൽസ് കണ്ടുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷനും, ഈ 2 ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് അവിടെ നിന്ന് കയറി കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ഞാൻ അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.